മോർണിംഗ്, വെൽക്കം ടു ടീൻസ് കിച്ചൺ സീക്രട്സ്. നമുക്കിന്ന് ഒരു കരിമീൻ കറി ഉണ്ടാക്കാവേ. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഒരു 4-5 കരിമീനുണ്ട്, പിന്നെ മുളക്, കാശ്മീരി ചില്ലി പൗഡർ 1.5 ടീസ്പൂൺ, ചില്ലി പൗഡർ 1/2 ടീസ്പൂൺ, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി അരിഞ്ഞത്, 2 പച്ചമുളക്, പിന്നെ 2-3 ചുവന്നുള്ളി, ഒരു ചെറിയ മാങ്ങ, ആവശ്യത്തിന് കറിവേപ്പില. ഇത് നമ്മൾ തേങ്ങ അരച്ചാണ് വെക്കുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഒരു ചെറിയൊരു മുറി തേങ്ങ, 2-3 ചുവന്നുള്ളി, ഇതിനകത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം, പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. നമ്മളൊരു ചട്ടി ഇവിടെ എടുത്തു വെച്ചിട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇഞ്ചി, പച്ചമുളക്, ചുവന്നുള്ളി ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റണേ. ഇതിൻ്റെ ഒരു പച്ചമണം ഒന്നും മാറണേ. നമ്മൾ ആ പൊടികളെല്ലാം കൂടെ ഉണ്ടല്ലോ, ഒരു സ്വല്പം വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. അല്ലെങ്കിൽ പെട്ടെന്ന് പൊടി ഇങ്ങനെ ഡയറക്റ്റ് ഇങ്ങനെ എണ്ണയ്ക്കകത്തോട്ടിട്ട് അതങ്ങ് കരിഞ്ഞു പോകും. നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ ആ പൊടികളൊന്നും കരിയാതെ നല്ല പോലെ വഴന്ന് കിട്ടും. ഇനി ഇതിലേക്ക് ഈ കുതിർത്ത് വെച്ചിരുന്ന മുളക്, എരിവൊക്കെ നമ്മുടെ ആവശ്യത്തിനാണ്, ഓരോരുത്തരുടെ ഇഷ്ടം കേട്ടോ. ചിലർക്ക് അധികം എരിവൊന്നും വേണ്ട, ചിലർക്ക് നല്ല പോലെ എരിവ് വേണം. അതൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന്, നിങ്ങളുടെ എരിവിനനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇട്ടോണേ. ഇത് എണ്ണ കിടന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരണം. ഇതിലേക്ക് നമ്മൾ ഒരു നുള്ള് കുരുമുളക് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുവേ. കരിമീൻ ഒരു സ്വല്പം കുരുമുളകിൻ്റെ ടേസ്റ്റ് വരുന്നത് നല്ലതാണ്. ഇത് നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കണം. ഈ തേങ്ങ അരച്ചതും കൂടി ഇട്ട് നല്ലപോലെ നമ്മളൊന്ന് വഴറ്റിയെടുക്കണേ. കരിമീനൊക്കെ നല്ല ഫ്രഷ് കരിമീൻ കിട്ടുമ്പോഴാണ് ഏറ്റവും നല്ല ടേസ്റ്റ് വരുന്നത് കേട്ടോ. നമ്മൾ മീനൊക്കെ മേടിക്കുമ്പോൾ എപ്പോഴും ഫ്രഷ് മീൻ നോക്കി മേടിക്കാൻ നോക്കണം. എപ്പോഴും എല്ലായിടവും ഒന്നും ഫ്രഷ് മീൻ കിട്ടുകയൊന്നും ഇല്ല. ഇപ്പം നേരത്തെയൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ല ഫ്രഷ് മീൻ കിട്ടുമായിരുന്നു. ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇപ്പം ആഡ് ചെയ്ത് കൊടുക്കണം. ഈ തേങ്ങ ഇട്ടിട്ട് ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണേ. അപ്പോൾ ആ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് വരും. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. തേങ്ങ അരച്ച മീൻ കറിക്ക് എപ്പോഴും വെള്ളം ഒരു സ്വല്പം ഒന്ന് കൂടുതൽ കൊടുക്കണം. കാരണം അല്ലെങ്കിലുണ്ടല്ലോ ഇതങ്ങ് വല്ലാതെ കുറുകിപ്പോവും. മുളകരച്ച് വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, അധികം വെള്ളം ഒഴിക്കാതെ. തേങ്ങ അരയ്ക്കുമ്പം സ്വല്പം വെള്ളം ചേർക്കണം, കാരണം അത് തണുത്തൊക്കെ വരുമ്പം കുറേ കൂടെ വെള്ളം വറ്റിപ്പോവും. കുറച്ചുകൂടെ വെള്ളം ചേർക്കും. ഇതിലേക്ക് ഞാനൊരു മാങ്ങയാണ് ചേർക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില. ഈ അരപ്പ് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. എന്നിട്ട് വേണം നമുക്ക് മീൻ ചേർക്കാൻ. ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിക്കോണേ. ഉപ്പ്, പുളി അതൊക്കെ ചിലർക്ക് ഇച്ചിരി കൂടുതൽ മതി, ചിലർക്ക് കുറച്ച് മതിയാവും. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ആഡ് ചെയ്തോണേ. ഇനി ഇതൊന്ന് തിളയ്ക്കട്ടെ. അരപ്പ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് മീനിട്ട് കൊടുക്കാം. ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിക്കാവേ. ഒരു 12 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇത് കുക്ക് ചെയ്യാൻ വെച്ചിട്ട്. കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. കാരണം ഇത് സോഫ്റ്റ് മീനാണ്, അധികം നേരം കുക്ക് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഒരു 10-12 മിനിറ്റിനകം നമ്മുടെ കരിമീൻ കറി റെഡിയാകും കേട്ടോ. അപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല കുത്തിരി ചോറിൻ്റെയും കപ്പ, പുട്ട് ഇതിൻ്റെയൊക്കെ കൂടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കരിമീൻ കറിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. എൻ്റെ വീഡിയോസ് ഇഷ്ടമാവണേ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.